ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ചൊവ്വാഴ്ച നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലി പരീക്ഷയാണ് അല്ലേ. മലയാളം ആദ്യം പരീക്ഷ നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്ത പോലെയൊക്കെ തന്നെ വരികയും നിങ്ങൾക്കത് ഏറെക്കുറെ എളുപ്പമാവുകയും ചെയ്തു എന്ന് എനിക്കറിയാം. പലരും കമൻറ്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ അത് അറിയിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട്. നമ്മളിനി കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ എഴുതണം, ചോദ്യങ്ങൾ മാറുമെങ്കിലും ഫോർമാറ്റുകൾ ഒരുമിച്ചായിരിക്കുമല്ലോ. പ്രഭാഷണം തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഫോർമാറ്റ് അതേപോലെ ആയിരിക്കും. ചോദ്യം മാറിയാലും അതിൻ്റെ ഫോർമാറ്റിനൊരു മാറ്റം വരില്ല. അപ്പോൾ അങ്ങനെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ആ ഫോർമാറ്റിലേക്ക് വെച്ചാൽ മതി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ആ ചോദ്യത്തോടും ചോദ്യത്തിൽ ബന്ധപ്പെട്ട പാഠത്തോടും നിങ്ങൾക്കുള്ള പ്രതികരണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ പ്രതികരണക്കുറിപ്പ് എഴുതുമ്പോൾ ആമുഖം നിർബന്ധമാണ്, ആമുഖം നിർബന്ധമാണ്, ആശയം നിർബന്ധമാണ്. പിന്നെയോ അവസാന പാരഗ്രാഫ് നിങ്ങളുടെ പ്രതികരണ കുറിപ്പ്. ഇതാ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ എഴുതേണ്ട. ആദ്യം ആമുഖം ഉണ്ടാവണം. പ്രതികരണക്കുറിപ്പിനൊരു ആമുഖം തന്നിരിക്കുന്ന ചോദ്യം അത് എഴുതിൽ നിന്ന് എടുത്തതാണ്. എന്താണ് അതിലെ ആശയം എന്ന് തുടങ്ങുന്ന ചെറിയ ഒരു ആമുഖം, പിന്നെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയ രൂപത്തിൽ അവസാനം നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിന് ഇന്നത്തെ ചില കാര്യങ്ങളുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇന്ന് നടക്കുന്ന സംഭവമാണ്, അത് മാറേണ്ടതുണ്ട് തുടങ്ങി നിങ്ങൾക്കൊരു പ്രതികരണം, നിങ്ങളുടെ റിയാക്ഷൻ ഉണ്ടാവണം. ആ ചോദ്യത്തോട് നിങ്ങളുടെ റിയാക്ഷൻ എന്താണോ അതുണ്ടാവണം. ഏത് ചോദ്യം വന്നാൽ ഈ ഫോർമാറ്റാ മക്കളെ. ഏത് ചോദ്യം നിങ്ങൾക്ക് വന്നാൽ ഇതാണ് ഫോർമാറ്റ്, ഇതാണ് രീതി. ഈ രീതിയിൽ ആ ചോദ്യത്തെ വെച്ചാൽ മതി. അപ്പോൾ ഏത് പ്രതികരണം വന്നാലും ആമുഖം ഉണ്ടാവണം. ഏത് പ്രതികരണം ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായി ചോദ്യത്തോട് നിങ്ങൾക്ക് ആമുഖം ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ പ്രതികരണം, നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കൂടെ എഴുതണം അവസാനത്തെ പാരഗ്രാഫിൽ. ഇനി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, ഒരു പൊതു സ്വഭാവം, ഇവയെല്ലാം കൂടിയ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം എഴുതണം. അടുത്ത പാരഗ്രാഫിൽ ആ കഥയിലുള്ള സ്ഥാനം, ആ കഥാപാത്രത്തിന് മറ്റേതെങ്കിലും കഥാപാത്രങ്ങളുമായി ബന്ധമുണ്ടോ, ആ കഥാപാത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ. ഇപ്പം കിട്ടുമാവനൊക്കെ ആണെങ്കിൽ കഠിനാധ്വാനിയാണ്, പക്ഷേ ഭക്ഷണത്തിനോട് വല്ലാത്ത പ്രിയമുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒക്കെ എഴുതണം. മനസ്സിലായല്ലോ? അതിനുശേഷം അവസാനം നമ്മൾ എന്തെഴുതും? ആ കഥാപാത്രം സമൂഹത്തിന് എന്തെങ്കിലും ഇത് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കഥാപാത്രം അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കഥാപാത്രമാണോ, അല്ലെങ്കിൽ ആ കഥാപാത്രം മറ്റെന്തെങ്കിലും പ്രത്യേകതകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരുമായിട്ട് ഈ കഥാപാത്രത്തിന് ബന്ധമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു കൺക്ലൂഷൻ എഴുതണം. അതാണ് കഥാപാത്രം. എഴുത്തുകാരനെ കുറിച്ച് സൂചന, കഥാപാത്രത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം, കഥാപാത്രത്തിന് മറ്റു കഥാപാത്രങ്ങളോടുള്ള ബന്ധം, ആ കഥാപാത്രത്തിന് മാത്രമായുള്ള എന്തെങ്കിലും പ്രത്യേകത, അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം കഥാപാത്ര നിരൂപണം ചെയ്യാൻ. അവസാന ഭാഗത്ത് ആ കഥാപാത്രം നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ, ആ കഥാപാത്രം നമ്മളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ കഥാപാത്ര നിരൂപണം ഏത് വന്നാലും, ഇപ്പോൾ തഥാഗതനാണ് വരുന്നത്, കിട്ടുമാവനാണ് വരുന്നത്, ദയാണ് വരുന്നത്, ഏത് വന്നാലും നമ്മൾ എഴുതേണ്ട ഫോർമാറ്റ് ഇതാ. ഇത് പഠിച്ചാൽ നമുക്ക് ഏതും എഴുതാൻ പറ്റും. അതുപോലെ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്ത് വേണം മക്കളെ? അഭിസംബോധന, ആശയം, നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഉപസംഹാരം, ഇത്രയും വേണം.
അല്ലെ, അഭിസംബോധന പ്രിയരെ, മാന്യരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ എന്നീ ആമുഖമുണ്ട്. എന്താ പറയുക, അഭിസംബോധന ഏത് പ്രഭാഷണം ചോദിച്ചാലും എഴുതണം. പിന്നെയോ ആശയം, തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയം, നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മഹാന്മാരുടെ വചനങ്ങൾ ഈ ചോദ്യത്തോട് ചേർത്ത് വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതണം. ഉദാഹരണങ്ങൾ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതണം. അതുപോലെ പത്രത്തിലെ വാർത്തകൾ ഏതെങ്കിലും തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്നവയാണെങ്കിൽ അത് എഴുതണം. അങ്ങനെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് എന്തെല്ലാം അഡീഷണൽ പറയാറുണ്ടോ അതുപോലെ നിങ്ങൾ എഴുതണം. ഏത് പ്രഭാഷണം വന്നാലും ഈ ഫോർമാറ്റിൽ എഴുതിയാൽ മതി എൻ്റെ മക്കൾ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇനി ലഘു ഉപന്യാസം വരുമ്പോൾ ശീർഷകം നിർബന്ധമാണ്. ആമുഖം, ഖണ്ഡികാകരണം, ആശയം, ഉപസംഹാരം, ഇത്രയും നിങ്ങൾ നിർബന്ധമായും ഉപന്യാസത്തിൻ്റെ ഫോർമാറ്റാണെന്ന് മക്കൾ മനസ്സിലാക്കണം. ശീർഷകം നല്ലൊരു ഹെഡിങ് വേണം, നല്ലൊരു ഹെഡിങ് വേണം. അതും ബാനർ ഹെഡിങ്, നടുവിൽ വരുന്ന ഹെഡിങ് ഉണ്ടാവണം. ആ ഹെഡിങ് നിങ്ങൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതാവണം. ആമുഖം ഉണ്ടാവണം. എഴുത്തുകാരനെക്കുറിച്ചും തന്നിരിക്കുന്ന ചോദ്യത്തെക്കുറിച്ചുമുള്ളൊരു ആമുഖം വേണം. അതിനുശേഷം നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് 3 പാരഗ്രാഫെങ്കിലും ഉണ്ടാകും. അതിനെയാണ് ഖണ്ഡികാകരണം എന്ന് പറയുന്നത്. പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാകണം. അതുപോലെ ആശയ വ്യക്തത ഉണ്ടായിരിക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ആശയം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം. അതിനുശേഷം ഉപസംഹാരം ഉണ്ടാവണം. ഉപസംഹാരത്തിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന വാക്കുകൾക്ക് നേരെ പ്രസക്തിയുണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഏറ്റവും റെലവൻ്റ് ആണ് എന്നുള്ള രൂപത്തിലുള്ളതായിരിക്കണം കൺക്ലൂഷൻ. അത് നിങ്ങൾ ഈ ലോകത്ത് ഏത് ഉപന്യാസം ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഒരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സുഖമാണ്, അല്ലേ മക്കളെ? ഇനി അടിവരയിട്ട പദം സന്ദർഭത്തിൽ നൽകുന്ന അർത്ഥതലം നോക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് തഥാഗതയിൽ നിന്ന് ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്ത്? അമ്മയുടെ ഓർമ്മകളിൽ നിന്നും നാം മാഞ്ഞു പോകുന്നതാണ് മരിക്കുന്നതിന് തുല്യമാണ്. അത് അടിവരയിട്ടിട്ട് ഈ പദം നൽകുന്ന ആശയതലം എന്താണ്? അമ്മയുടെ സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിയും എന്തിലേക്ക് പോകുന്നു? അത് അവൻ്റെ മരണം തന്നെയാണെന്ന് സൂചനയാണ്. ഇങ്ങനെ ഏതെങ്കിലും അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത ചോദിച്ചാൽ അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് എഴുതണം. അതിനും പാഠഭാഗത്തെക്കുറിച്ചുള്ള സൂചന വേണം. പാഠഭാഗത്തെക്കുറിച്ചുള്ള സൂചന, ആമുഖം, പിന്നെ അടിവരയിട്ട പദത്തിൻ്റെ വിശേഷാർത്ഥം തുടങ്ങിയവ കണ്ടെത്തിക്കൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ എൻ്റെ മക്കൾ പഠിച്ചു, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചു, പ്രഭാഷണം തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചു, ലഘു ഉപന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചു, അടിവരയിട്ട പദം സന്ദർഭത്തിൽ നൽകുന്ന അർത്ഥതലം പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞു മക്കൾ പഠിച്ചോ? ക്ലിയർ ആണോ മക്കളെ? ഹാപ്പിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ എൻ്റെ മക്കളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. നിർബന്ധമായും കാണണം, ഷെയർ ചെയ്യണം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകണം. എൻ്റെ കുഞ്ഞു മക്കൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് യൂട്യൂബിൽ ഇതുണ്ട് കാണണമെന്ന് നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളോടും പറയുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളോടും പറയുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലിടുക കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ മക്കളെ.